സൈനിക ശക്തികളുടെ തന്ത്രപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അണിയറ കഥകളും ഒന്നിനൊന്നായിട്ട് പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികൾക്ക് കാവലൊരുക്കാൻ റഷ്യയിൽ നിന്നും S-400 സുദർശൻ ചക്രയുടെ 4ാമത്തെ റെജിമെന്റ് എത്തുന്ന മാസ് പ്രതിരോധ വാർത്തയും ഇറാൻ ആകാശത്ത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും വൻ നാശനഷ്ടം വരുത്തിവെച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും 3 പതിറ്റാണ്ട് മുൻപത്തെ വിമാനം വെടിവെച്ചിടൽ കേസിൽ 94-ാം വയസ്സിൽ ക്യൂബൻ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയെ പൂട്ടാൻ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇറക്കിയ പുതിയ കുറ്റപത്രത്തിന്റെ രാഷ്ട്രീയ ട്വിസ്റ്റുകളും ഇതിനെല്ലാം പുറമെ സാധാരണക്കാരുടെ ഭയം മുതലെടുത്ത് കോടികൾ കവർന്ന ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യാജ കോൾ സെന്റർ മാഫിയയെ FBI വലയിലാക്കിയ ത്രില്ലിംഗ് സൈബർ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക നയതന്ത്ര സൈബർ യുദ്ധങ്ങളുടെ ഒട്ടനവധി ഇൻസൈഡ് സ്റ്റോറികളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വെൽക്കം ടു ലോക. ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ അതോ സൂപ്പർ പവർ എന്ന് നമ്മൾ വിളിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണിൽ ശരിക്കും ചുവട് പിഴച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ 5th ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം, അതാണ് F-35 ലൈറ്റ്നിംഗ് 2. ശത്രുവിന്റെ ഒരു റഡാറിനും പിടികൊടുക്കില്ല എന്ന് അഹങ്കരിച്ച അമേരിക്കയുടെ ഈ കോടികൾ വിലമതിക്കുന്ന വിമാനത്തെ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. വെറും ഈ ഒരു വിമാനം മാത്രമല്ല, യുഎസിന്റെ അഭിമാനമായ F-15 യുദ്ധവിമാനങ്ങൾ, ആകാശത്തെ ഭീമന്മാരായ MQ-9 റീപ്പർ ഡ്രോണുകൾ, പിന്നെ റീഫ്യൂലിംഗ് വിമാനങ്ങൾ അടക്കം 42 US മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ആണ് ഇറാനുമായുള്ള യുദ്ധത്തിൽ തകരുകയോ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് CRS പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. വെറും വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ട് ട്രംപ് സർക്കാരിനുണ്ടായ സാമ്പത്തിക ബാധ്യത ഏകദേശം 29 ബില്യൺ US ഡോളറാണ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപ വരും. ഇറാൻ വെറും ഒരു ഭീഷണി അല്ല എന്നും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടെ അഹങ്കാരത്തെ തകർക്കാൻ കെൽപ്പുള്ളതാണ് എന്നും തെളിയിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് ഒരു തുറന്ന താക്കീത് നൽകിയിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇനി യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിലും വലിയ സർപ്രൈസുകൾ അമേരിക്കയെ കാത്തിരിപ്പുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇറാൻ അമേരിക്കയുടെ ആകാശ കരുത്തിനെ തകർത്തത്? എന്താണ് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി? പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പുതിയ റിപ്പോർട്ടിലേക്ക് വരാം. അമേരിക്കൻ പാർലമെന്ററി കമ്മിറ്റികൾക്ക് കൃത്യമായ പഠനങ്ങളും വിവരങ്ങളും നൽകുന്ന ഔദ്യോഗിക ഏജൻസിയാണ് കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് അഥവാ CRS. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഒരു വമ്പൻ മിലിറ്ററി മിഷൻ അമേരിക്ക ലോഞ്ച് ചെയ്യുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക താവളങ്ങളും തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ ലിസ്റ്റ് CRS റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. 4 F-15E സ്ട്രൈക്ക് ഈഗിൾ ഫൈറ്റർ ജെറ്റ്സ്, അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ബോംബർ ഫൈറ്റർ ജെറ്റുകളിൽ 4 ഇറാൻ വീഴ്ത്തി. ഇതിലൊരു വിമാനം തകർന്നു വീണപ്പോൾ അതിലെ പൈലറ്റുമാരെ രക്ഷിക്കാൻ വൻ തിരച്ചിൽ നടത്തേണ്ടി വന്ന വാർത്ത വിയോൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ഒരു F-35A ലൈറ്റ്നിംഗ് 2 ലോകത്തിലെ ഏറ്റവും വില കൂടിയ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമാണിത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു F-35 വിമാനം ശത്രുരാജ്യം വെടിവെച്ചിടുന്നത്. പിന്നെ A-10 തണ്ടർബോൾട്ട് 2 നിലത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന അതിശക്തമായ വിമാനമാണ്. ഇനി 7 KC-135 സ്ട്രാറ്റോ ടാങ്ക് ഏരിയൽ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകുന്ന ഈ ഭീമൻ വിമാനങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് അമേരിക്കൻ വ്യോമസേനയുടെ നട്ടലൊടിച്ചു. പിന്നെ ഒരു E-3 സെൻട്രി വോക്സ് എയർക്രാഫ്റ്റ്, ആകാശത്തെ നിരീക്ഷണ കണ്ണായ ഈ റേഡാർ വിമാനവും ആക്രമിക്കപ്പെട്ടു. MQ-9 റീപ്പർ ഡ്രോണുകളും ഹെവി സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും, കോടികൾ വിലയുള്ള മാരക ആക്രമണ ഡ്രോണുകളായ 24 റീപ്പർ ഡ്രോണുകളും, പ്രത്യേക ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്ന 2 MC-130J കമാൻഡോ 2 വിമാനങ്ങളും, ഒരു HH-60W ജോളി ഗ്രീൻ ഹെലികോപ്റ്ററും, കടലിലെ നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന വലിയ സർവെയിലൻസ് ഡ്രോൺ MQ-4C ട്രൈറ്റൺ ഡ്രോണും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ മൊത്തം 42 വിമാനങ്ങൾ. ചിലത് പൂർണ്ണമായി തകർന്നു, ചിലതിന് ഇനി ഒരിക്കലും പറക്കാൻ പറ്റാത്ത വിധം കനത്ത കേടുപാടുകൾ സംഭവിച്ചു. പെന്റഗൺ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അനുസരിച്ച് യുദ്ധം ഇപ്പോഴും പൂർണ്ണമായി അവസാനിക്കാത്തതിനാൽ ഈ ലിസ്റ്റ് ഇനിയും നീളാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ ലിസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് F-35A ലൈറ്റ്നിംഗ് 2 നഷ്ടമാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു യുദ്ധത്തിലും ഒരു ശത്രുരാജ്യവും യുഎസിന്റെ F-35 വെടിവെച്ചിട്ടില്ല. ഇത് ലോക സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ വായുവിൽ വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന 7 KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളും, നിരീക്ഷണത്തിന്റെ തലച്ചോറായ E-3 സെൻട്രി വോക്സ് വിമാനവും തകർക്കപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല. ഇനി ഇതിന്റെ സാമ്പത്തിക വശം നോക്കാം.
യുദ്ധമെന്ന് പറയുന്നത് വെറും വെടിയുണ്ടകളുടെ കളി മാത്രമല്ലല്ലോ, പണത്തിന്റെ കളി കൂടിയാണ്. കഴിഞ്ഞ മെയ് 12 നടന്ന ഒരു പ്രധാന പെന്റഗൺ കമ്മിറ്റി ഹിയറിംഗിൽ ആക്ടിംഗ് പെന്റഗൺ കൺട്രോളർ ജൂൾസ് ഡബ്ല്യു ഹേഴ്സ്റ്റ് വ്യക്തമാക്കിയത് ഈ ഇറാൻ യുദ്ധം കാരണം അമേരിക്കൻ മിലിറ്ററിക്കുണ്ടായ ചിലവ് ഏകദേശം $29 ബില്യൺ ആയി ഉയർന്നു എന്നാണ്. ആദ്യം വിചാരിച്ചതിനേക്കാൾ തുക ഇത്രയും കൂടാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ തകർന്ന അത്യാധുനിക വിമാനങ്ങളുടെ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഉദാഹരണത്തിന് ഒരൊറ്റ F-35 വിമാനം റിപ്ലേസ് ചെയ്യണമെങ്കിൽ കോടികൾ വേണം. ഇതുകൂടാതെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ US കപ്പലുകളും ഡിഫൻസ് സിസ്റ്റങ്ങളും ഉപയോഗിച്ച് മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നു തുടങ്ങി. ഇനി മിസൈൽ സ്റ്റോക്കുകൾ വീണ്ടും നിറയ്ക്കണമെങ്കിൽ വൻ തുക വേണം. ഇതിന്റെ ഫലമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരാനിരിക്കുന്ന 2027 സാമ്പത്തിക വർഷത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഡിഫൻസ് ബജറ്റ് എത്രയാണ് എന്നറിയാമോ? $1.5 ട്രില്യൺ. അതായത് മുൻ വർഷത്തേക്കാൾ 42 മുതൽ 44% വരെ വർധനവാണിത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റ് വർധനവാണിത്. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഈ ഓപ്പറേഷൻസ് തുടർന്നുകൊണ്ട് പോകാൻ മാത്രം പെന്റഗൺ $200 ബില്യൺ അടിയന്തര ഫണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ നികുതി പണക്കാരുടെ പണം ഇറാന്റെ മണ്ണിൽ ചാരമാവുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇറാന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിലൂടെ അമേരിക്കയെ പരസ്യമായി പരിഹസിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യമായി വെടിവെച്ചിട്ടത് ഞങ്ങളുടെ ശക്തരായ സായുധ സേനയാണ് എന്ന് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ യുദ്ധത്തിൽ നിന്നും ഞങ്ങൾ ഒരുപാട് സൈനിക പാഠങ്ങളും അറിവുകളും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപും കൂട്ടരും വീണ്ടും ഒരു യുദ്ധത്തിനാണ് ഭാവമെങ്കിൽ വരാനിരിക്കുന്നത് ഇതിലും വലിയ സർപ്രൈസുകളായിരിക്കും. ഇറാന്റെ മിലിറ്ററി വക്താവ് മുഹമ്മദ് അക്രമീനിയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് പരിശോധിക്കാം. നിലവിൽ യുദ്ധക്കളത്തിൽ താൽക്കാലികമായ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. എങ്കിലും ഇരുപക്ഷവും കടുത്ത വാക്കേറ്റത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് അമേരിക്ക ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നാണ്. ഇറാനെ ഒരിക്കലും ഒരു ന്യൂക്ലിയർ പവർ ആക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് ആവർത്തിച്ചു. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇറാനുമായി പാകിസ്ഥാനിൽ വെച്ച് ചില ചർച്ചകൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും ചർച്ചകൾ ഇപ്പോഴും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് സൂചന. ട്രംപ് ഇറാന് 2-3 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഒരു കരാറിലെത്താനായിട്ട്. ഇല്ലെങ്കിൽ വീണ്ടും ശക്തമായ ആക്രമണം ഉണ്ടായേക്കാം. വാൻസ് പറഞ്ഞത് അമേരിക്കൻ സൈന്യം ഇപ്പോഴും ലോക്ക്ഡ് ആൻഡ് ലോഡഡ് അവസ്ഥയിലാണ് എന്നാണ്. ഏത് നിമിഷവും അടുത്ത ആക്രമണം ഉണ്ടായേക്കാം. ഈ യുദ്ധം കാരണം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് വെച്ചാൽ അത് എനർജി ക്രൈസിസ് ആണ്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാനലായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്ക് ആയതോടെ ലോകത്തിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടു. 100 കണക്കിന് ഓയിൽ ടാങ്കറുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ചൈനയുടെ 2 വമ്പൻ ഓയിൽ ടാങ്കറുകൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നിട്ടുണ്ട്. ഇത് യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു നല്ല സൂചനയായി വിപണി കാണുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ അടുത്ത ഘട്ട വ്യോമാക്രമണത്തിനുള്ള സംയുക്ത തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര ശാന്തമല്ല. കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയ ഈ പ്രഹരം ആധുനിക വ്യോമ യുദ്ധത്തിന്റെ രീതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. എത്ര വലിയ അത്യാധുനിക വിമാനമായാലും കൃത്യമായ ഡ്രോൺ മിസൈൽ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ അതിനെ നിലംപരിശാക്കാം എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടവും വിമാനങ്ങളുടെ തകർച്ചയും ട്രംപ് സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധയെ ഇത് ബാധിച്ചോ എന്ന ചോദ്യം അവിടെ ഉയർന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് ഇനി നമ്മൾ നോക്കുന്നത്. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇപ്പോൾ ക്യൂബയുടെ മുൻ പ്രസിഡന്റും വിപ്ലവ നായകനുമായ സാക്ഷാൽ റൗൾ കാസ്ട്രോയ്ക്കെതിരെ കടുത്ത കൊലക്കുറ്റവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. അതെ, 94-ാം വയസ്സിൽ കാസ്ട്രോയെ പൂട്ടാൻ ഫെഡറൽ കോടതി വഴി ഒരു പുതിയ കുറ്റപത്രം അൺസീൽ ചെയ്തിരിക്കുകയാണ് US. വധഗൂഢാലോചന, കൊലപാതകം, വിമാനം തകർക്കൽ തുടങ്ങി അതീവ ഗുരുതരമായ ചാർജുകളാണ് കാസ്ട്രോയ്ക്കും മറ്റ് 5 ക്യൂബൻ ഉദ്യോഗസ്ഥർക്കും മേൽ ചുമത്തിയിരിക്കുന്നത്. 30 വർഷം മുമ്പ് നടന്ന ലോകത്തെ ഞെട്ടിച്ച ഒരു വിമാനം വെടിവെച്ചിടൽ കേസിനാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നത്. എന്താണ് ആ കഥ? US ക്യൂബയെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. നമുക്ക് 1996 ഫെബ്രുവരി 24 പോകാം. മിയാമി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ BTTR എന്ന ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽമാർഗം അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് മാനുഷിക സഹായം നൽകുകയുമായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരുടെ 3 ചെറിയ സിവിലിയൻ വിമാനങ്ങൾ പതിവ് പോലെ ഫ്ലോറിഡ കടലിടുക്കിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. എന്നാൽ ക്യൂബൻ വ്യോമാതിർത്തിക്ക് പുറത്ത്, അതായത് അന്താരാഷ്ട്ര അതിർത്തിയിൽ വെച്ച് ക്യൂബൻ മിലിറ്ററിയുടെ മിഗ് യുദ്ധവിമാനങ്ങൾ ഈ നിരായുധരായ വിമാനങ്ങൾക്ക് നേരെ എയർ ടു എയർ മിസൈലുകൾ തൊടുത്തു. 2 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ കത്തിച്ചാമ്പലായി.
അതിലുണ്ടായിരുന്ന കാർലോസ് കോസ്റ്റ, അമാൻഡോ അലക്സാണ്ടർ, മാരിയോ ഡി ലാപന, പാബ്ലോ മൊറാലസ് എന്നീ 4 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇതിൽ 3 പേർ അമേരിക്കൻ പൗരന്മാരായിരുന്നു. മൂന്നാമത്തെ വിമാനം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് ഫ്ലോറിഡയിൽ തിരിച്ചെത്തി. അന്ന് ക്യൂബയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു റൗൾ കാസ്ട്രോ. പുതിയ US ഇൻഡൈറ്റ്മെന്റ് പ്രകാരം ഈ വിമാനങ്ങൾ വെടിവെച്ചിടാൻ തന്റെ മിലിറ്ററി കമാൻഡർമാർക്ക് നേരിട്ട് അനുമതി നൽകിയത് റൗൾ കാസ്ട്രോയാണ്. ഇതിനായി ക്യൂബൻ ഇന്റലിജൻസ് മുൻകൂട്ടി ഈ വോളണ്ടിയർ ഗ്രൂപ്പിലേക്ക് ചാരന്മാരെ തിരികെ കയറ്റി റൂട്ടുകൾ ചോർത്തിയെന്നും US ആരോപിക്കുന്നുണ്ട്. പക്ഷേ 30 വർഷത്തിന് ശേഷം ഇപ്പോൾ എന്തിനാണ് ഈ കേസ്? അതാണ് ഇതിലെ കളി എന്ന് പറയുന്നത്. ക്യൂബയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെയും വ്യക്തമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണിത്. അമേരിക്കൻ ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് പറഞ്ഞത് 6 അമേരിക്കക്കാരെ കൊന്നാലും ഞങ്ങൾ വെറുതെ വിടില്ല, അതിപ്പോൾ എത്ര വലിയ പദവിയിലുള്ള ആളായാലും എന്നാണ്. ഫ്ലോറിഡയിലെ മിയാമിയിൽ വെച്ചാണ് ഈ കുറ്റപത്രം പുറത്തുവിട്ടത്, അതും ക്യൂബയുടെ നാഷണൽ ഡേയിൽ. ഫ്ലോറിഡയിലുള്ള ലക്ഷക്കണക്കിന് ക്യൂബൻ വംശജരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ സമ്മാനമാണിത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ട്വിസ്റ്റ് അവിടെയും തീരുന്നില്ല. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ വമ്പൻ അറ്റോമിക് യുദ്ധക്കപ്പലായ USS നിമിറ്റ്സും അതിന്റെ അകമ്പടി കപ്പലുകളും കരീബിയൻ കടലിലേക്ക്, അതായത് ക്യൂബയുടെ തൊട്ടടുത്തേക്ക് പ്രവേശിച്ചതായി US മിലിറ്ററി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യൂബയ്ക്ക് ഇതൊരു കടുത്ത മിലിറ്ററി പ്രഷർ കൂടിയാണ്. എന്നാൽ ക്യൂബ ഈ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കാനൽ പറഞ്ഞത് ഇതൊരു വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്നാണ്. അന്ന് തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് തീവ്രവാദികൾക്കെതിരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് വിമാനം വെടിവെച്ചിട്ടതെന്നാണ് ക്യൂബയുടെ വാദം. ഇതിന്റെ പേരിൽ ക്യൂബയ്ക്ക് മേൽ മിലിറ്ററി അറ്റാക്ക് നടത്താനാണ് ട്രംപ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോയെ US പൊക്കിയതുപോലെ റൗൾ കാസ്ട്രോയെയും മിയാമിയിലെ കോടതിയിൽ എത്തിക്കുമെന്നാണ് US അധികൃതർ പറയുന്നത്. എന്നാൽ 94 വയസ്സുള്ള കാസ്ട്രോയെ ക്യൂബ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ട്രംപ് പറഞ്ഞത് കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ്. എന്നാൽ പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് സൂചന. നമ്മുടെ ഭാരതത്തിന്റെ ആകാശ അതിർത്തികൾ ഇനി ശത്രുക്കൾക്ക് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു ഇരുമ്പ് കോട്ടയായി മാറാൻ പോവുകയാണ്. അതെ, ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും മാസും പവർഫുള്ളുമായ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് നമ്മുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ ലോകത്തിലെ 1ാം നമ്പർ എയർ ഡിഫൻസ് സിസ്റ്റം ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ സ്വന്തം സുദർശൻ ചക്ര എന്ന് പേരിട്ടിരിക്കുന്ന S-400 ട്രയംഫ്. ഇതിന്റെ 4ാമത്തെ റെജിമെന്റ് റഷ്യ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വിജയകരമായി ഷിപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇതിന്റെ സുപ്രധാന ഭാഗങ്ങൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യും. കഴിഞ്ഞ 2025 മെയ്യിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർത്ത് തരിപ്പണമാക്കി തന്റെ യഥാർത്ഥ കരുത്ത് തെളിയിച്ച ആഗോള സൂപ്പർ സ്റ്റാറാണ് ഈ S-400. എന്താണ് ഇത്തവണത്തെ പ്രത്യേകത? എവിടെയാണ് ഇത് വിന്യസിക്കാൻ പോകുന്നത്? വെറും ഒരു മിസൈൽ മാത്രമല്ല, ഇത് വഹിച്ചുകൊണ്ടു പോകുന്ന കൂറ്റൻ ട്രക്കുകളുടെ പിന്നിലെ ആ അത്ഭുത സാങ്കേതിക വിദ്യ എന്താണ്? പരിശോധിക്കാം. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരിട്ട് റഷ്യയിൽ ചെന്ന് കൃത്യമായ പ്രീ ഡിസ്പാച്ച് ഇൻസ്പെക്ഷൻസ് പൂർത്തിയാക്കിയ ശേഷമാണ് ഈ 4ാമത്തെ യൂണിറ്റ് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെ കടൽ മാർഗവും വമ്പൻ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴിയുമാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. ഡിഫൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ ഒരു 4ാമത്തെ സ്ക്വാഡ്രൺ വിന്യസിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ രാജസ്ഥാൻ സെക്ടറിലാണ്. ഇതോടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമ സുരക്ഷാ വിടവുകൾ, ആ ഗ്യാപ്സ് പൂർണ്ണമായും അടയും. ഈ സിസ്റ്റം ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം IACCS പൂർണ്ണമായി കണക്ട് ചെയ്യപ്പെടും. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഈച്ച പറന്നുയർന്നാൽ പോലും നമ്മുടെ കൺട്രോൾ റൂമിൽ അലാം അടിക്കും എന്നർത്ഥം. ഇന്ത്യയും റഷ്യയും തമ്മിൽ $5.43 ബില്യൺ കരാറിലാണ് 2018 ഒപ്പുവെച്ചത്. ആകെ 5 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 റെജിമെന്റുകൾ ഇതിനകം തന്നെ ചൈന, പാകിസ്ഥാൻ അതിർത്തികളിൽ നമ്മൾ വിജയകരമായി വിന്യസിച്ചു കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം സപ്ലൈ ചെയിനിൽ ചെറിയ താമസം വന്നിരുന്നുവെങ്കിലും റുപ്പി പേയ്മെന്റ് സംവിധാനത്തിലൂടെ ഇന്ത്യ ഈ ഡീൽ സജീവമായി നിലനിർത്തി. പുതിയ ടൈം ലൈൻ അനുസരിച്ച് 4ാമത്തെ യൂണിറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തുമ്പോൾ 5ാമത്തെയും അവസാനത്തെയും റെജിമെന്റ് ഈ വർഷം, അതായത് 2026 നവംബറോടെ അല്ലെങ്കിൽ 2027 ആദ്യമോ ഇന്ത്യക്ക് ലഭിക്കും. ഇതിനിടയിൽ അമേരിക്ക തങ്ങളുടെ കാറ്റ്സ്, അതായത് കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന കരി നിയമം വഴി ഇന്ത്യക്ക് മേൽ വമ്പൻ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യങ്ങളുമായി ധീരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് മാത്രമല്ല, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യ മറ്റൊരു 5 S-400 സ്ക്വാഡ്രണുകൾ കൂടി വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതായത് ഭാവിയിൽ ഇന്ത്യയുടെ കയ്യിൽ ആകെ 10 സ്ക്വാഡ്രണുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ ഒരു ആയുധത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്?
ഇതിന്റെ സ്പെഷ്യാലിറ്റികൾ കേട്ടാൽ ശരിക്കും അത്ഭുതം തോന്നും. ഒന്ന്, മൾട്ടി ടാർഗറ്റ് കപ്പാസിറ്റി. ഇതിന്റെ റേഡാറിന് ഒരേ സമയം 600 കിലോമീറ്റർ ദൂരെയുള്ള 300-ലധികം ശത്രു ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അതിൽ ഏറ്റവും അപകടകാരികളായ 36 ലക്ഷ്യങ്ങളെ ഒരേ സമയം വെടിവെച്ചിടാനും സാധിക്കും. അടുത്തത് ലോങ് റേഞ്ച്, അതായത് ഇതിന്റെ ഏറ്റവും ശക്തമായ 40 N6E മിസൈലിന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനങ്ങളെയോ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളെയോ തകർക്കാൻ കഴിയും. അതായത് ശത്രുവിന്റെ വിമാനം സ്വന്തം മണ്ണിൽ നിന്ന് പറന്നുയരുമ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് ലോക്ക് ചെയ്യാം. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് 4 തരം മിസൈലുകളാണ്. ഇതിൽ ഒരൊറ്റ ടൈപ്പ് മിസൈൽ മാത്രമല്ല ഉള്ളത്. ദൂരത്തിനും ഉയരത്തിനും അനുസരിച്ച് പ്രയോഗിക്കാൻ ലോങ് റേഞ്ചുകൾക്ക് 40 N6E, പിന്നെ ഫൈറ്റർ ജെറ്റുകൾക്ക് 48 N6, സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് 9M96E2, കുറഞ്ഞ ദൂരത്തിലുള്ള ഡ്രോണുകൾക്ക് 9M 96E എന്നിങ്ങനെ 4 തരം മിസൈലുകളുണ്ട്. ഭൂമിയിൽ നിന്ന് വെറും 100 അടി ഉയരത്തിൽ പറക്കുന്ന ഡ്രോൺ മുതൽ 40,000 അടി ഉയരത്തിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങൾ വരെ ഇതിന്റെ കണ്ണിൽ പെടുമെന്ന് ചുരുക്കം. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിലേക്ക് വരാം. ഈ ടൺ കണക്കിന് ഭാരമുള്ള മിസൈലുകളും കൂറ്റൻ റേഡാറുകളും കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും എങ്ങനെയാണ് സൈന്യം കൊണ്ടുപോകുന്നത്? ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഭീമൻ മിലിറ്ററി ട്രക്കുകളാണ്. റഷ്യയിലെയും ബെലാറൂസിലെയും പ്രമുഖ ഹെവി ഡ്യൂട്ടി മിലിറ്ററി കമ്പനികളാണ് ഇതിന്റെ ട്രക്ക് ചേസിസുകൾ നിർമ്മിക്കുന്നത്. ഒന്നാമത് BAZ ആണ്, ബ്രയാൻസ്ക് ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്. S-400ന്റെ പ്രധാന മിസൈൽ ലോഞ്ചറുകൾ വഹിക്കുന്നത് റഷ്യയിലെ BAZ 64022 6x6 ഹെവി ട്രാക്ടർ ട്രക്കുകളിലാണ്. കഠിനമായ മണ്ണിലും ചെളിയിലും 60% ചെരിവുള്ള മലനിരകളിൽ പോലും ഈ വണ്ടി സുഖമായിട്ട് കയറിപ്പോകും. ഇനി രണ്ടാമത്തേത് MZKT, മെൻസ് വീൽ ട്രാക്ടർ പ്ലാന്റ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റേഡാർ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത് ബെലാറൂസ് കമ്പനി നിർമ്മിക്കുന്ന MZKT 7930 8x8 എന്ന രാക്ഷസ വണ്ടിയിലാണ്. ഇവർ നിർമ്മിക്കുന്ന ട്രക്കുകൾ വൊളാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭീമൻ എന്നോ ജയന്റ് എന്നോ ആണ് അതിന്റെ അർത്ഥം വരുന്നത്. 500 കുതിരശക്തി, അതായത് 500 bhp ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിനുള്ളത്. ഇനി മൂന്നാമത്തേത് യുറാൽ 532301. ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ശത്രുക്കളെ നിരീക്ഷിക്കുന്ന മെയിൻ ഓഫീസർ. ഈ ഓഫീസിന്റെ ക്യാബിൻ കൊണ്ടുപോകുന്നത് റഷ്യയുടെ വിഖ്യാതമായ യുറാൽ കമ്പനിയുടെ 8x8 ട്രക്കുകളിലാണ്. ഇനി ഈ ട്രക്കുകളുടെ ടയറുകൾ ഏത് കടുത്ത മരുഭൂമിയിലെ മണലിലും പൂണ്ടുപോകാതെ സെൻട്രൽ എയർ ഇൻഫ്ലേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ടയറിലെ കാറ്റ് സ്വയം ക്രമീകരിച്ച് മുന്നോട്ട് കുതിക്കാൻ തക്കവണ്ണമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ ഇതിനെ വളരെ എളുപ്പത്തിൽ വിന്യസിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന് സാധിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് 4ാമത്തെ S-400 കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം 40% വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആകാശ്, അതുപോലെ ബറാക് 8 എന്നീ സിസ്റ്റങ്ങൾക്കൊപ്പം ഈ സുദർശൻ ചക്ര കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ ആകാശത്തേക്ക് നോക്കാൻ പോലും ശത്രുക്കൾ ഭയപ്പെടും. ഇതിനോടകം തന്നെ ഇന്ത്യ ഈ സിസ്റ്റത്തിനായിട്ട് കൂടുതൽ മിസൈലുകൾ ഓർഡർ ചെയ്യാനും ഇന്ത്യ തന്നെ ഇതിന്റെ ഒരു മെയിന്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ MRO ഫെസിലിറ്റി തുടങ്ങാനും റഷ്യയുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ സ്പെയർ പാർട്ടുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകം ചലിക്കുന്ന ഈ ഒരു ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ചെറുതല്ല. എന്നാൽ ഇതിനൊപ്പം തന്നെ വളരുന്ന ഒരു കറുത്ത അധോലോകമുണ്ട്. അതായത് സാങ്കേതിക വിദ്യയുടെ, ടെക്നോളജിയുടെ മറവിൽ നിരപരാധികളെ ചൂഷണം ചെയ്യുന്ന സൈബർ ക്രിമിനൽസിന്റെ ഒരു ലോകം. അത്തരം ഒരു വൻകിട അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖലയാണ് അമേരിക്കൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാന കേന്ദ്രം നമ്മുടെ ഇന്ത്യയായിരുന്നു. ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വമ്പൻ വ്യാജ കോൾ സെന്റർ മാഫിയയാണ് FBI-യുടെ വലയിലായിരിക്കുന്നത്. അമേരിക്കയിലെ പ്രായമായ പൗരന്മാരെ ഭയത്തിന്റെ നിഴലിൽ നിർത്തി അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറാണ് ഈ സംഘടിത ക്രൈം സിൻഡിക്കേറ്റ് തട്ടിയെടുത്തത്. കേവലം ഏതാനും വ്യക്തികൾ നടത്തിയ ഒറ്റപ്പെട്ട തട്ടിപ്പല്ല ഇത്, മറിച്ച് കടൽ കടന്നു കിടക്കുന്ന വലിയൊരു കോർപ്പറേറ്റ് ശൃംഖലയുടെ തണലിൽ വളർന്ന വലിയൊരു ക്രിമിനൽ വ്യവസായമാണ്. എന്താണ് ഇതിന്റെ ഇൻസൈഡ് സ്റ്റോറി? പരിശോധിക്കാം. ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞ പ്രായമായ വ്യക്തികളുടെ മനസ്സിലെ ഭയത്തെയാണ് ഈ തട്ടിപ്പുകാർ തങ്ങളുടെ പ്രധാന മൂലധനമാക്കുന്നത്. ഇവർ ഇരകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം വളരെ സിമ്പിളാണ്, എന്നാൽ മാരകമാണ്. ഒരു വ്യക്തി തന്റെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ ഒരു പോപ്പ് വിൻഡോ പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അപകടകരമായ വൈറസുകൾ കയറിയിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പോൺ ഉള്ളടക്കങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നോ ഉള്ള അതീവ ഗുരുതരമായ വ്യാജ മുന്നറിയിപ്പുകളായിരിക്കും ഇതിൽ ഉണ്ടാവുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താൽ ഡേറ്റ മുഴുവൻ നഷ്ടപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തും. ഇതോടെ പ്രായമായ യൂസേഴ്സ് പൂർണ്ണമായി പരിഭ്രാന്തരാകും. ഈ ഭയം മുതലെടുക്കാൻ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന പേരിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ആ സ്ക്രീനിൽ നൽകിയിട്ടുണ്ടാകും. ഇരകൾ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ തങ്ങൾ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആപ്പിൾ പോലെയുള്ള പ്രമുഖ കമ്പനികളുടെ ഒഫീഷ്യൽ ടെക്നീഷ്യന്മാരാണ് എന്ന് വിശ്വസിപ്പിച്ച് ഇന്ത്യയിലെ വ്യാജ കോൾ സെന്ററിൽ ഇരിക്കുന്ന തട്ടിപ്പുകാർ സംസാരിക്കാൻ തുടങ്ങും. തുടർന്ന് സിസ്റ്റം നന്നാക്കണമെന്ന വ്യാജേനെ എനി ഡെസ്ക് അല്ലെങ്കിൽ ടീം വ്യൂവർ പോലെയുള്ള
ഡെസ്ക്ടോപ്പ് ഷെയറിംഗ് സോഫ്റ്റ്വെയറുകൾ വഴി കമ്പ്യൂട്ടറിന്റെ പൂർണ്ണ നിയന്ത്രണം റിമോട്ട് ആക്സസ് ഇവർ കൈക്കലാക്കും. തുടർന്ന് സിസ്റ്റം നന്നാക്കാനാണ് എന്ന വ്യാജേന AnyDesk അല്ലെങ്കിൽ ടീം വ്യൂവർ പോലെയുള്ള ഡെസ്ക്ടോപ്പ് ഷെയറിംഗ് സോഫ്റ്റ്വെയറുകൾ വഴി കമ്പ്യൂട്ടറിന്റെ പൂർണ്ണ നിയന്ത്രണം റിമോട്ട് ആക്സസ് ഇവർ കൈക്കലാക്കും. ശേഷം ചില സാധാരണ പ്രോഗ്രാമുകൾ റൺ ചെയ്തുകൊണ്ട് വലിയ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുകയും അതിനായി $100,000 ആവശ്യപ്പെടുകയും ചെയ്യും. ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡുകൾ, വയർ ട്രാൻസ്ഫറുകൾ അല്ലെങ്കിൽ കൊറിയർ വഴി പണമായി വാങ്ങിയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ചില കേസുകളിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ കെണിയിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പെട്ടിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി ഇരകളുടെ റിട്ടയർമെന്റ് ഫണ്ടുകളും ഭവന വായ്പകളും വരെ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിച്ച് സമ്പാദ്യം മുഴുവൻ ചോർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ കോൾ സെന്ററുകൾ ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ അമേരിക്കയിലെ സാധാരണക്കാരുടെ ഫോണുകളിലേക്ക് തടസ്സമില്ലാതെ വിളി എത്തിക്കാൻ ഒരു ഡിജിറ്റൽ പാലം ആവശ്യമായിരുന്നു. ഈ സുപ്രധാനമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് അമേരിക്കയിൽ തന്നെയുള്ള 2 മുതിർന്ന കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകളാണ്. വിദേശത്തു നിന്നുള്ള ഈ വ്യാജ കോളുകളെ അമേരിക്കൻ ടെലിഫോൺ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഗേറ്റ്വേ ബിസിനസ്സാണ് ഇവർ നടത്തിയിരുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്താണ് എന്ന് വെച്ചാൽ ഈ തട്ടിപ്പുകളെക്കുറിച്ച് നിരവധി മുന്നറിയിപ്പുകളും ഓട്ടോമേറ്റഡ് ഫ്രോഡ് അലേർട്ടുകളും ഇവർക്ക് ലഭിച്ചിരുന്നു. സ്വന്തം കമ്പനിയുടെ റൂട്ടുകൾ ഉപയോഗിച്ച് പ്രായമായ നിരപരാധികൾ കൊള്ളയടിക്കപ്പെടുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും കോർപ്പറേറ്റ് ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഈ ഉദ്യോഗസ്ഥർ കണ്ണടച്ച് ഇരുട്ടാക്കി. ഇപ്പോഴത്തെ തങ്ങൾ വയർ ഫ്രോഡ് നടത്താനുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് ഈ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരും US ഫെഡറൽ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പണത്തോടുള്ള ആർത്തി മനുഷ്യന്റെ ധാർമ്മികതയെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഒരു സംഭവം. ഈ അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖലകളുടെ സാമ്പത്തിക ആഘാതം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. FBI-യുടെ ഇന്റർനെറ്റ് ക്രൈം കംപ്ലയിന്റ് സെന്ററിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇത്തരം ടെക് സപ്പോർട്ട് തട്ടിപ്പുകളിലൂടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വ്യാജ ചമയലിലൂടെയും പ്രതിവർഷം $100 കോടിയിലധികം ആഗോളതലത്തിൽ നഷ്ടപ്പെടുന്നത്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വാർദ്ധക്യകാലത്തെ സുരക്ഷിതമായ ജീവിതത്തിനായിട്ട് മാറ്റിവെച്ച പെൻഷൻ തുകയും ചികിത്സാ ഫണ്ടുകളുമാണ് ഒരു നിമിഷത്തെ പരിഭ്രാന്തിയിൽ ഇവർക്ക് നഷ്ടപ്പെടുന്നത്. ഈ സാമ്പത്തിക നഷ്ടം അവരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതം വിവരിക്കാനാവാത്തതാണ്. നിലവിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പിടിച്ചെടുത്ത തട്ടിപ്പുകാരുടെ കോർപ്പറേറ്റ് അക്കൗണ്ടുകളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ഡോളർ തിരിച്ചുപിടിക്കാനും ഇരകൾക്ക് നൽകാനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്രിമിനൽസിന് കൂട്ടുനിന്ന അമേരിക്കൻ എക്സിക്യൂട്ടീവുകൾക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരന്മാരെ പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികൾക്ക് ഇന്നും വലിയൊരു വെല്ലുവിളിയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ഇത്തരം തട്ടിപ്പുകളുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ അവബോധത്തിലൂടെയും അതായത് അവയർനെസ്സിലൂടെയും ജാഗ്രതയിലൂടെയും മാത്രമേ നമുക്ക് ഈ കെണികളിൽ നിന്ന് രക്ഷ നേടാനാകൂ. ഓർക്കുക, ഒരു പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയും തങ്ങളുടെ യൂസേഴ്സിനെ ഭയപ്പെടുത്തി പണം തട്ടാൻ സ്ക്രീനിൽ ഇത്തരം അടിയന്തര സന്ദേശങ്ങളോ ടോൾ ഫ്രീ നമ്പറുകളോ നൽകാറില്ല. അതുപോലെ തന്നെ അപരിചിതരായ വ്യക്തികൾക്ക് ഫോൺ കോളിലൂടെയോ ഇമെയിലിലൂടെയോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെയോ മൊബൈലിന്റെയോ റിമോട്ട് ആക്സസ് നൽകുന്നത് ആത്മഹത്യാപരമാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, OTP, ഡിജിറ്റൽ വാലറ്റ് വിവരങ്ങൾ എന്നിവ ഒരു കാലത്തും ആരുമായും പങ്കുവയ്ക്കരുത്. സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവ് കുറഞ്ഞ നമ്മുടെ വീട്ടിലെ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ പിന്തുണയും ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണവും നൽകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. FBI-യുടെ ഈ വലിയ നീക്കം അന്താരാഷ്ട്ര സൈബർ കുറ്റവാളികൾക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് തട്ടിപ്പ് നടത്തിയാലും നിയമത്തിന്റെ കൈകൾ അവരെ തേടിയെത്തുക തന്നെ ചെയ്യും. ഭയപ്പെടാതെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, സുരക്ഷിതരായിരിക്കുക. യുദ്ധങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും സൈബർ തട്ടിപ്പുകളും നിറഞ്ഞ ഒരു സങ്കീർണമായ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് അതിർത്തികളിൽ അത്യാധുനിക പ്രതിരോധ കോട്ടകൾ തീർക്കുന്ന ഭാരതത്തിന്റെ മുന്നേറ്റവും നിരപരാധികളെ ചതിക്കുന്ന ആഗോള സൈബർ ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന അതിശക്തമായ പോരാട്ടങ്ങളും നമുക്ക് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. സാങ്കേതിക വിദ്യയുടെ കരുത്തും കൃത്യമായ ജാഗ്രതയും പരസ്പരമുള്ള അവബോധവും ഉണ്ടെങ്കിൽ ഏത് വലിയ ഭീഷണിയെയും അതിജീവിച്ച് കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമായ ഒരു നാളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. സ്റ്റേ സേഫ്, സ്റ്റേ ഇൻഫോംഡ്. ഗുഡ് നൈറ്റ്.